ഇപ്പോൾ നിങ്ങൾ ആമസോൺ ഫയർ TV സ്റ്റിക്ക് യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആപ്പുകൾ ലോക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ലോക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ലോക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വേറെ ആർക്കും ആപ്പുകൾ ഓപ്പൺ ചെയ്യാൻ കഴിയില്ല. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആപ്പുകളൊക്കെ ലോക്ക് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ആമസോൺ ഫയർ TV സ്റ്റിക്കിൽ എങ്ങനെ ആപ്പുകൾ ലോക്ക് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ആമസോൺ ഫയർ TV സ്റ്റിക്കിൻ്റെ റിമോട്ട് എടുക്കുക. റിമോട്ട് എടുത്തിട്ട് ഇവിടെ ലാസ്റ്റ് സെറ്റിങ്സ് കാണാൻ പറ്റും. ആ ഒരു ഭാഗത്തോട്ട് സ്ക്രോൾ ചെയ്യുക. ആ ഒരു ഭാഗത്തോട്ട് സ്ക്രോൾ ചെയ്തതിന് ശേഷം നമുക്ക് താഴത്ത് കുറച്ച് ഓപ്ഷൻസ് കാണാൻ പറ്റും. താഴത്തോട്ട് ഒന്ന് സ്ക്രോൾ ചെയ്യുക. താഴത്തോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ പ്രിഫറൻസസ് എന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും. അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പാരന്റൽ കൺട്രോൾസ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പാരന്റൽ കൺട്രോൾസ് ചിലപ്പം ഓഫ് ആയിട്ടായിരിക്കും കിടക്കുന്നുണ്ടാവുക. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് ഇത് സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങളോട് ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യാൻ പറയും. പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇവിടെ ആകെ 5 നമ്പറേ കാണുന്നുള്ളൂ. ബാക്കി 5 നമ്പേഴ്സ് കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു 3 ലൈൻസ് ഉള്ള ബട്ടൺ കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ബാക്കി 5 നമ്പേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്തായാലും നിങ്ങൾ നമ്പർ സെറ്റ് ചെയ്യുക. ഇനി നമ്പർ സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതുപോലൊരു പേജിലോട്ട് എത്തും. നമ്പർ എന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പം ആ ഒരു പിന്ന് എൻ്റർ ചെയ്ത് കൊടുത്താൽ പാരന്റൽ കൺട്രോൾസ് ഓൺ ആവുന്നതായിരിക്കും. ഓൺ ആയതിനു ശേഷം താഴത്തോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് ഇവിടെ കാണാൻ പറ്റും. ഇതിൽ പിൻ പ്രൊട്ടക്റ്റഡ് ആപ്പ് ലോഞ്ചസ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അത് ഓൺ ആക്കുക. അത് ഓൺ ആക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ശേഷം നമ്മൾ ആപ്പുകൾ ഓപ്പൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കണം. ഇനി അത് മാത്രം ഓൺ ആക്കിയാൽ മതി എന്നുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓഫ് ആക്കി വെക്കാവുന്നതാണ്. ഇപ്പം പിൻ പ്രൊട്ടക്റ്റഡ് പർച്ചേസസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഓഫ് ചെയ്ത് വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഒഴിവാക്കുകയും ചെയ്യാവുന്നതാണ്. എന്തായാലും എനിക്ക് ആപ്പ് ലോക്കിൻ്റെത് മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഞാൻ അത് മാത്രം ഓൺ ആക്കി വെക്കുകയാണ്. അതിനുശേഷം ഞാൻ ബാക്കോട്ട് വരികയാണ്. ബാക്കോട്ട് വന്നിട്ട് ഒരു ആപ്പ് ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇപ്പം ഈ ഒരു ആപ്പ് ഓപ്പൺ ചെയ്യാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ പാസ്വേഡ് എൻ്റർ ചെയ്യണം. എന്നാൽ മാത്രമാണ് എനിക്ക് ആ ഒരു ആപ്പ് ഓപ്പൺ ചെയ്യാൻ കഴിയുക. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മുടെ ആമസോൺ ഫയർ TV സ്റ്റിക്കിൽ ആപ്പുകൾ പാസ്വേഡ് വെച്ച് ലോക്ക് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.